ഇവിടെ ഒരു പയ്യൻ തെരുവിൽ ഗിത്താറെല്ലാം വായിച്ച് അതിലൂടെ പൈസ സമ്പാദിക്കാനായി നോക്കുന്നു. അവൻ എത്രയൊക്കെ നന്നായി ഗിത്താർ വായിച്ചിട്ടും അതിലൂടെ പോകുന്ന ആരും തന്നെ അവന് കാര്യമായി പൈസയൊന്നും കൊടുക്കാത്തത് കൊണ്ട് അവൻ വേസ്റ്റിൽ നിന്നും കിട്ടുന്ന ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ച് കടയുടെ സൈഡിലുള്ള ഫുട്പാത്തിൽ ചെന്ന് കിടക്കുന്നു. അങ്ങനെ കഷ്ടതകൾ നിറഞ്ഞ് അവന്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയം രഞ്ജിയോ അവന് താമസിക്കാൻ വേണ്ടി ഒരു അപ്പാർട്ട്മെന്റ് ശരിയാക്കി കൊടുക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം താനൊരു അപ്പാർട്ട്മെന്റിൽ കിടന്നുറങ്ങാൻ പോകുന്നതോർത്ത് നായകന് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവൻ അന്ന് രാത്രി കുറച്ച് പാലും കോംപ്ലക്സും എല്ലാം വാങ്ങി വെച്ച ശേഷം കുളിക്കാനായി പോയതും അകത്തു നിന്നും എന്തോ ശബ്ദമെല്ലാം കേട്ട് കള്ളനാണെന്ന് കരുതി ഒച്ച കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. ഈ സമയം താൻ മേടിച്ചു വെച്ച കോൺഫ്ലെക്സ് എല്ലാം ഒരു പൂച്ച ഇരുന്ന് തിന്നുന്നത് കണ്ടതും വിശപ്പിന്റെ വില നന്നായിട്ട് അറിയാവുന്ന നായകൻ ആ പൂച്ചയ്ക്ക് താൻ മേടിച്ചു വെച്ച പാലും കോൺഫ്ലെക്സും എല്ലാം ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുന്നു. അന്ന് രാത്രി മുഴുവൻ അവൻ ആ പൂച്ചയുടെ കൂടെ സമയമെല്ലാം ചെലവഴിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ആ അപ്പാർട്ട്മെന്റിലെ ഓരോ മുറികളിലും കയറി ഇറങ്ങിക്കൊണ്ട് പൂച്ചയുടെ യഥാർത്ഥ അവകാശിയെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും അവൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഈ പൂച്ചയുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞതും അവൾ ആ പൂച്ചനെയും അവനെയും ഒന്ന് നോക്കിയ ശേഷം ഈ പൂച്ചയ്ക്ക് ചിലപ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ആ പൂച്ചനെ അവൻ്റെ സ്വന്തം പൂച്ചയായി വളർത്താനായി പറയുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം അവൻ റോഡിൽ ഗിത്താർ വായിക്കാൻ പോയ സമയം ഈ പൂച്ചനെ തൻ്റെ തോളത്ത് വെച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അത്ഭുതകരമായി അത്രയും കാലവും തനിക്ക് കാര്യമായി പൈസ ഒന്നും കിട്ടാതിരുന്ന സ്ഥലത്ത് വെച്ച് ഒരുപാടധികം പൈസ കിട്ടിയത് കണ്ട് അവന് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. പൂച്ചനെ തോളത്ത് വെച്ചുള്ള നായകന്റെ ഈ പാട്ട് പാടുന്ന സീനെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അവൻ ഇതിലൂടെ ഒരുപാട് പ്രശസ്തിയും പൈസയും എല്ലാം സമ്പാദിച്ച് ആ പൂച്ച കാരണം അവന്റെ ലൈഫ് തന്നെ മാറുന്നു.